എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം. ഈ റെസിപ്പി ആക്ച്വലി ഒരു മാസം മുമ്പേ ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ടിരുന്നു. ഫുഡ് ഹോളിക്സ് എന്ന ചാനലിന്റെ പേര്. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മെയ് 6-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് ആ ചാനലിൽ കണ്ട അതേ സെയിം റെസിപ്പി ഞാൻ ഫോളോ ചെയ്ത് ഉണ്ടാക്കി. വളരെ നന്നായിട്ട് നല്ല എളുപ്പത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കി. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്തത് പാർലേജി ബിസ്ക്കറ്റും കൊക്കോ പൗഡറും പാല്, വാനില എസൻസ്, പഞ്ചസാര ഇത്രയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്റേതായിട്ടുള്ള രീതിയിലാണ് മാറ്റം വരുത്തിയേക്കുന്നത്. കാരണം കൊക്കോ പൗഡർ എല്ലായിടത്തും കിട്ടണമെന്നില്ല. പക്ഷെ പ്രവാസികൾ എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആ. പക്ഷെ നാട്ടിലുള്ളവർക്ക് ഒരുപക്ഷെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ചില ഇൻഗ്രീഡിയൻസ് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഐഡിയ കിട്ടിയത് ആ ചാനലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏത് ബിസ്ക്കറ്റും എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റ് വ്യത്യാസം വരാത്ത രീതിയിൽ എന്ത് ബിസ്ക്കറ്റ് ഉണ്ടോ അതെടുക്കാം. അതായത് ബോർബോൺ ബിസ്ക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ പാർലേജി, ടൈഗർ, ആരോ റൂട്ട്, പിന്നെ മാരിഗോൾഡ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ്, അതായത് ഫ്ലേവർ വ്യത്യാസമുള്ളത് എടുക്കരുത്. നമ്മുടെ ഐസ്ക്രീമിന്റെ ടേസ്റ്റേ മാറിപ്പോകും. ഇത്രയേ ഉള്ളൂ. പല എസൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൊതുവെ ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ബീറ്റർ വേണം, അല്ലെങ്കിൽ ക്രീം വേണം, ഫ്രഷ് ക്രീം വേണം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വേണം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷെ ഇതൊന്നും വേണ്ട. ഇതിന് ഈ പറഞ്ഞ 4 ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ വേണ്ടത് നമ്മുടെ മിക്സി ജാറും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ഇടാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ബിസ്ക്കറ്റ് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോർബോൺ ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എക്സാമ്പിൾ പാർലേജി ബിസ്ക്കറ്റ്, ബോർബോൺ ബിസ്ക്കറ്റ്, ഓറിയോ, ആരോ റൂട്ട്, മാരിഗോൾഡ്, ഇങ്ങനെയൊക്കെയുള്ള ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ക്രീം ഉള്ളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ക്രീം മാറ്റിയിട്ട് യൂസ് ചെയ്യാവൂ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരു കവറാണ് ഞാനിപ്പോ എടുത്തിട്ടേക്കുന്നത്. ഇത് ഈ 2 കവർ ഞാൻ എടുക്കുന്നുണ്ടേ. അപ്പൊ ഈ ഞാൻ എടുത്ത കവറിൽ ഇങ്ങനെ 6 എണ്ണമാണ് കിട്ടുന്നത്. അതായത് 12 പീസ്. അപ്പൊ നമുക്ക് ഇതിന് ഇടയ്ക്കുള്ള ഈ ക്രീം മാറ്റണം. മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം എടുക്കണം. ഇതിപ്പോ അകത്തുള്ള ക്രീമുകളൊക്കെ മാറ്റി ഇങ്ങനെ 24 പീസ് ഉണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബോൺവിറ്റ 4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇത് കൂടാതെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ആക്കി യൂസ് ചെയ്യാം. അപ്പൊ ഇതിലേത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് പാല്. നല്ല കട്ടിയുള്ള പാല് തന്നെ വേണം. അതാണ് ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ സാധാ പാൽ എടുത്തോ. അപ്പൊ ഇത് ഞാൻ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ പാല് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് 1/4 ഭാഗം വറ്റണം. അതാ കണക്ക്. കാരണം നമ്മൾ വേറെ ക്രീം ഒന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ പാല് കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ച് ഒരു 150-200 മില്ലിയോളം വറ്റിയിട്ടുണ്ട്. അത് മതി. അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് പാലിനിപ്പം. അത് മാത്രമല്ല, ഞാൻ നല്ല കട്ടിയുള്ള പാലുമായി എടുത്ത്. ഇനി ഇതിലേക്ക് ലേശം പഞ്ചസാര ചേർക്കാം. നമ്മുടെ ബിസ്ക്കറ്റിന് ഓൾറെഡി പഞ്ചസാരയുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എത്രയും മധുരം വേണോ അതനുസരിച്ച് ചേർക്കാം. നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റിൽ വേണമെങ്കിലും ചേർക്കാം. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. ഇനി നമുക്കിതിലേക്ക് ഈ ബിസ്ക്കറ്റുകൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒറിജിനൽ ഞാൻ കണ്ട റെസിപ്പിയില് ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചൊക്കെയാ എടുക്കുന്നത്. അപ്പൊ അത്ര വലിയ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് വേണ്ട. കാരണം ഇത് വീണ്ടും ലാസ്റ്റിലൊന്ന് മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റ് ആക്കേണ്ടതാ. അപ്പൊ അത്രയും ലോങ് പ്രോസസ്സിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബോൺവിറ്റയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലൊരു ക്രീം പരുവമാകണം. തീ കുറച്ചിട്ടാ മതി. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ചേർക്കാനുള്ള എല്ലാം ചേർത്തല്ലോ. അപ്പൊ ഈ
അലിയാതെ കിടക്കുന്ന കഷ്ണങ്ങൾ കഴിവതും ഇതുപോലെ പാത്രത്തിന്റെ സൈഡിലോട്ടൊക്കെ ആക്കി അലിയിക്കാൻ ശ്രമിക്കുക. അത് മൊത്തം അങ്ങ് നന്നായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മള് ലാസ്റ്റില് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കും. എങ്കിലും കഴിവതും ഒന്ന് അലിയിക്കാൻ നോക്കണം. നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പരുവം. കണ്ടോ, ഇതുപോലെ നല്ല കൊഴുത്ത് കിട്ടണം. അതായത് നമ്മൾ ബിസ്ക്കറ്റും ബോൺവിറ്റയൊക്കെ ഇട്ട ശേഷം ഒരു കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കിയെങ്കിലേ ഇത് ഈ പരുവത്തിൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കുറുകിയിരിക്കണം. ഇനി നമുക്കിത്, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ലേശം തണുത്ത ശേഷമേ ഞാൻ ഒഴിക്കുന്നുള്ളേ. അപ്പൊ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലി പാക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ സ്കൂപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പാത്രം എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാ. ഇത് നമുക്ക് സെറ്റ് ആവാൻ ഫ്രീസറിൽ വെക്കണം. കുറഞ്ഞത് 8-9 മണിക്കൂറെങ്കിലും വേണം ഇത് സെറ്റ് ആവാൻ. അത് കൂടാതെ ഓരോ ഫ്രിഡ്ജിലും ഡിപ്പെൻഡ് ആണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തേക്കാം. അപ്പൊ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇത് ക്രീം ആക്കുമ്പോ കുറച്ചുകൂടി കട്ടിയായാലും കുഴപ്പമില്ല. ഇത് ലേശം ലൂസ് ആയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യണം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ലേശം പുറത്ത് വെച്ചതാണ്. ഇതിന്റെ സൈഡ് ഇച്ചിരി കട്ട് ചെയ്ത് മാറ്റാം. നല്ല പരുവത്തിനുള്ള പാത്രത്തിലായിട്ട് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല പരുവത്തിന് കിട്ടും ഷേപ്പ്. എന്നിട്ട് എത്രയും വലിയ പീസ് വേണോ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ഇളക്കാൻ നോക്കരുത്. ഒന്ന് ലേശം ഒന്ന് മെൽറ്റ് ആയ ശേഷം നമുക്ക് എടുക്കാം. ഇതിപ്പോ ലേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം. ഞാനിപ്പോ ഇത് വെച്ചാ എടുക്കുന്നേ. അപ്പൊ നമ്മുടെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബിസ്ക്കറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതുമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരാൻ. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.